അതിരൂപതയുടെ നിയുക്ത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ ആപ്തവാക്യം തന്റെ ജനത്തെ സ്നേഹിക്കുവാനും അവർക്ക് സാന്ത്വനമേകാനും എന്ന യേശയ്യാ പ്രവാചകന്റെ വചനമാണ്. ഈ വചനം അടിസ്ഥാനപ്പെടുത്തി പ്രമുഖ മാധ്യമ പ്രവർത്തകനും കലാകാരനുമായ ഫാദർ വില്യം നെല്ലിക്കലാണ് ഡോക്ടർ അംബ്രോസിന്റെ സ്ഥാനിക ചിഹ്നം തയ്യാറാക്കിയിട്ടുള്ളത്. കത്തോലിക്ക സഭയിൽ ഒരു വൈദികനെ മെത്രാനായി നിയമിക്കുമ്പോൾ ഒരു ആപ്തവാക്യം തിരഞ്ഞെടുക്കുന്ന രീതി പുരാതനമായ പാരമ്പര്യമാണ്. സാധാരണ പുരോഹിതനിൽ നിന്ന് വ്യത്യസ്തമായി മെത്രാൻ എന്ന നിലയ്ക്കുള്ള പുതിയ ചുമതലകൾ, സഭയ്ക്കുള്ളിലെ കാഴ്ചപ്പാടുകൾ എന്നിവയുടെ പ്രതിഫലനമായിരിക്കും ആപ്തവാക്യം. സഭയുടെ ഇടയൻ എന്ന നിലയ്ക്കുള്ള ദൗത്യം, മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ചെറിയ വാക്യമായിരിക്കും ആപ്തവാക്യം. മെത്രാൻ്റെ ദൈവശാസ്ത്രപരമായ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേക വശത്തോടുള്ള സമർപ്പണം എന്നിവ ആപ്തവാക്യം പ്രതിഫലിപ്പിക്കുന്നു. ദൈവവുമായുള്ള അവരുടെ വ്യക്തിപരമായ ബന്ധം, ഒരു പ്രത്യേക വിശുദ്ധനോടോ സുഗന്ധ സദ്ഗുണത്തോടോ ഉള്ള ഭക്തി അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനോടുള്ള അവരുടെ പ്രതിബദ്ധത എന്നിവ പ്രതിഫലിച്ചേക്കാം. മെത്രാന് പ്രത്യേക പ്രാധാന്യമുള്ള ദൈവശാസ്ത്ര ആശയങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ ഊന്നിപ്പറയുന്നതുമാകാം. ഉദാഹരണത്തിന് കരുണ, സ്നേഹം, വിശ്വാസം, പ്രത്യാശ അല്ലെങ്കിൽ ദിവ്യബലി തുടങ്ങിയ വിഷയങ്ങളെ ഉയർത്തിക്കാട്ടുന്ന ഒരു ആപ്തവാക്യം തിരഞ്ഞെടുത്തേക്കാം. ആപ്തവാക്യം തിരുവെഴുത്തുകളിൽ നിന്നോ ആരാധനക്രമ ഗ്രന്ഥങ്ങളിൽ നിന്നോ സഭാപിതാക്കന്മാരുടെ രചനകളിൽ നിന്നോ സ്വീകരിച്ചതാകാം. ദൈവവചനത്തോടും സഭയിലെ പഠിപ്പിക്കലിനോടും ഉള്ള മെത്രാൻ്റെ ആഴത്തിലുള്ള ഇടപഴകലിൻ്റെ പ്രതിഫലനമായിരിക്കാം അവ. ഒരു ആപ്തവാക്യം തിരഞ്ഞെടുക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നേരത്തെ തന്നെ അവരുടെ ഹൃദയത്തിൽ ഇടം തേടിയിട്ടുള്ള ഒരു വിഷയമോ വചനമോ പ്രാർത്ഥനയിലൂടെ കൂടുതൽ വെളിപ്പെട്ടുവരും. താൻ തിരഞ്ഞെടുത്ത ആപ്തവാക്യത്തെയും സ്ഥാനിക ചിഹ്നത്തെയും കുറിച്ച് നിയുക്ത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ജനത്തെ സ്നേഹിക്കുവാനും അവർക്ക് സ്വാന്തനമേകാനും എന്ന ആപ്തവാക്യമാണ് താൻ സ്വീകരിച്ചിട്ടുള്ളത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന് ആധാരം. അജപാലന അനുഭവങ്ങൾ ആശ്വാസം തേടുന്ന ഒരുപാട് പേരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചിട്ടിക്കാട് സെൻറ്റ് ആൻ്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ സേവനം ചെയ്യുമ്പോൾ എല്ലാ ദിവസവും രോഗവും കടബാധ്യതയും ഒക്കെയായി നിസ്സഹായാവസ്ഥയിൽ ആയിരുന്ന വളരെയധികം പേരെ കാണുവാനും സംസാരിക്കുന്നതുമെല്ലാം സാധിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ആശ്വസിപ്പിക്കുവാനുള്ള ദൗത്യത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ ഉദിപ്പിച്ചത്. അതുപോലെ തൻ്റെ ആത്മീയ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവസരങ്ങളിൽ ഒരു വിശറി കാണുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അതും ആശ്വസിപ്പിക്കുവാനുള്ള ദൗത്യം എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. ഭൗതികമായി ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും കേൾക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് വലിയ ആശ്വാസം നൽകുമെന്ന് പലപ്പോഴും അനുഭവം പഠിപ്പിച്ചിട്ടുണ്ടെന്നും പിതാവ് വ്യക്തമാക്കി. സ്ഥാനിക ചിഹ്നങ്ങളിൽ ആദ്യഘട്ടം ക്രിസ്തുവിൻ്റെ മുറിക്കപ്പെട്ട കരമാണ്. ഇന്ത്യൻ നാട്യശാസ്ത്രത്തിലെ അഭയമുദ്രയാണ്. തൻ്റെ ജനത്തിന് ക്രിസ്തുവിൻ്റെ സ്നേഹസ്വാന്തനമേകുന്ന മെത്രാൻ്റെ ജീവിത ദൗത്യം ഇത് വെളിപ്പെടുത്തുന്നു. അഭയമുദ്രയ്ക്ക് സമീപം ഇംഗ്ലീഷിലെ പി എന്ന അക്ഷരമാണ്. ഗ്രീക്കിൽ ഇത് ക്രിസ്തോസ് ആണ്. ക്രിസ്തു സാന്നിധ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൂടാതെ മെത്രാൻ്റെ അംശവടിയെയും അജപാലകന്റെ നേതൃത്വസ്ഥാനത്തെയും ഈ ചിഹ്നം വ്യക്തമാക്കുന്നു. മുറിക്കപ്പെട്ട അപ്പം അജഗണത്തിനായി മുറിക്കപ്പെടുന്ന ഇടയൻ്റെ സ്വയാർപ്പണത്തെ ദൃശ്യവൽക്കരിക്കുന്നു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.